വയനാടിന് കൈത്താങ്ങാകാൻ എറണാകുളത്ത് തട്ടുകട നടത്തി ഡിവൈഎഫ്ഐ. തട്ടുകടയിൽ നിന്നും വേണ്ട ഭക്ഷണം കഴിച്ചവർ അവിടെ സ്ഥാപിച്ച പെട്ടിയിൽ ഇഷ്ടമുള്ള തുക നിക്ഷേപിച്ചാണ് മടങ്ങിയത്. ടോൾ മേഖലാ കമ്മിറ്റിയുടെ സ്നേഹ തട്ടുകടയിൽ സിനിമാ താരങ്ങളും പിന്തുണയുമായി എത്തി. ദുരന്തമുഖത്തുള്ള വയനാടിന് കൈത്താങ്ങാകാൻ നാടൊന്നാകെ ഒന്നിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്ത് ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിലാണ്. ഇവിടെ സ്നേഹത്തിൻ്റെ തട്ടുകട ഡിവൈഎഫ്ഐ തുറന്നിരിക്കുകയാണ്. അങ്ങനെ സ്നേഹത്തിൻ്റെ തട്ടുകട തുറന്നുകൊണ്ട് നാടൊന്നാകെ ഇപ്പോൾ വയനാടിൻ്റെ ധനസമാഹരണത്തിന് വേണ്ടി രംഗത്തുണ്ട്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ ഒരു തട്ടുകടയിൽ സിനിമാ താരങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. എന്നോടൊപ്പം ഇപ്പോൾ സുബിയുണ്ട്. അതോടൊപ്പം തന്നെ സിനിമാ സംവിധായകൻ മോഹനുണ്ട്. ഇപ്പോൾ സുബീഷിനോട് ചോദിക്കാം, സിനിമയിൽ പല കഥാപാത്രങ്ങൾ ചെയ്തിട്ടില്ല, ഇപ്പോൾ ജീവിതത്തിൽ തട്ടുകടയിൽ ഇങ്ങനെ ജീവനക്കാരൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മലയാളിക്കും നമ്മൾ ഒരുപാട് ദുരിതങ്ങൾ കണ്ടവരാണ്. പക്ഷേ ഒരിക്കലും ഈ മലയാളി സമൂഹം ഇല്ലടത്തോളം കാലം, ഈ തലമുറ ഇല്ലടത്തോളം കാലം ഒരിക്കലും മുണ്ടക്കയും ചൂരൽമലയും നമ്മളെ മനസ്സിൽ നിന്ന് വിട്ടുപോലെ. കാരണം എനിക്ക് അതിവൈകാരികമായ ഒരു ബന്ധമുള്ളൊരു നാടാണ് വയനാട്. ഒരു നിഷ്കളങ്കരായ ഒരു മനുഷ്യന്മാരാണ്. ഞാൻ അവിടെ നിന്ന് എൻ്റെ പല സുഹൃത്തുക്കളും ഞാൻ ആ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഷിഹാബ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് കഴിഞ്ഞ 14 ദിവസമായിട്ട് അദ്ദേഹം മേപ്പാടി മോർച്ചറിയുടെ മുമ്പിലുണ്ട്. ജീവിതത്തിൽ ഇനി ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. കാരണം ഈ വയനാട് കയറുമ്പം ചുരം കയറിയിട്ടാണ് പോകുക. നമ്മൾ പറയുക സ്നേഹത്തിൻ്റെ ചുരമാണ് നമ്മളെല്ലാം കയറുന്നു പറയുക. കാരണം അത്രയും നല്ല മനുഷ്യന്മാരാണ്. ഇനി എനിക്ക് തോന്നുന്നു അവർ നമ്മൾ ഇന്നും നാളെയൊന്നും അവസാനിപ്പിക്കേണ്ടതല്ല. അവർ സാധാരണ ജീവിതത്തിലേക്ക് വരുന്നത് വരെ നമ്മൾ അവരെ കൂടെ നിൽക്കേണ്ടത് ഓരോ മലയാളിയുടെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നമ്മളൊരു ഉത്തരവാദിത്വം തന്നെയാണ്. ഇത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, ഒപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനമൊക്കെ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇതിൻ്റെ ഒരു കടമയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഈ തട്ടുകടയിൽ വന്ന് ആർക്കും ഭക്ഷണം കഴിക്കാം. അവർക്ക് എത്രയാണോ പൈസ ഇതിലേക്ക് സംഭാവന നൽകേണ്ടത് അങ്ങനെ പൈസ സംഭാവന നൽകാമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഡിവൈഎഫ്ഐ ഭാരവാഹി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ധനസമാഹരണം, പിന്നെ ഇതിൻ്റെ തുടർ നടപടി എങ്ങനെയായിരിക്കും? ദുരന്തം ബാധിച്ചവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഇതുപോലെയുള്ള വിവിധതരം ചലഞ്ചുകളും അതുപോലെ തന്നെ പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്ന ചലഞ്ചുകളും ഉൾപ്പെടെ നടത്തിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ പണം സമാഹരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ തട്ടുകട, ഇവിടെ സ്നേഹ തട്ടുകട നടത്തിക്കൊണ്ട് ഇവിടെ നിന്ന് കിട്ടുന്ന വരുമാനം പൂർണ്ണമായും വയനാട്ടിലോട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ആക്രിപെറുക്കിയും അങ്ങനെ പലതരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളുമായി ഡിവൈഎഫ്ഐ ഇത്തരത്തിൽ ഇപ്പോൾ മുന്നോട്ട് തന്നെയുണ്ട്. സ്വാഭാവികമായിട്ടും വയനാടിനെ ഒപ്പം നിർത്തി അവരെ അതിജീവിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരും കടമയാണ്. അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ഇപ്പോൾ സ്നേഹത്തിൻ്റെ തട്ടുകട ഡിവൈഎഫ്ഐ ഇപ്പോൾ കൊച്ചിയിൽ തുറന്നിരിക്കുന്നത്. ഇടപ്പള്ളിയിൽ നിന്ന് ക്യാമറാമാൻ റിജോയ്ക്കൊപ്പം നിതിൻ അംബുജൻ, 24.